നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായ രാജയോഗം എന്ന് പറയുന്നത് പഞ്ചമഹാപുരുഷ രാജയോഗം തന്നെയാകുന്നു. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ രാജയോഗം തന്നെയാണ് ഇത്. ഈ രാജയോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ട് എങ്കിൽ അവർ സമ്പന്നരായി തീരും എന്നാണ് പറയുക. അതിൽ യാതൊരുവിധ സംശയവും ആവശ്യമില്ല. എന്നാൽ അതോടൊപ്പം അവർക്ക് ഭൗതിക സുഖങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ മാളവ്യ രാജയോഗവും ഭദ്ര രാജയോഗവും സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റത്തിലൂടെ ഈ രാജയോഗങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഈ രാജയോഗങ്ങളുടെ ഫലമായി തന്നെ ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ, അഥവാ ഏതെല്ലാം രാശിക്കാർക്കാണ് സെപ്റ്റംബർ മാസം ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ പ്രധാനമായും തേടി വരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാധ്യ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മകരം രാശിയിൽ ജനിച്ചവരാണ് നിങ്ങൾ എങ്കിൽ മാളവ്യ രാജയോഗത്തിന്റെയും ഭദ്ര രാജയോഗത്തിന്റെയും നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഈ രാജയോഗത്തിന്റെ ഫലമായി തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് പലവിധ നേട്ടങ്ങൾ ഈ കാലയളവിൽ വന്നു ചേരും. ജോലിയിലും ബിസിനസ്സിലും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിളങ്ങുവാൻ, അത് ബിസിനസ്, ജോലി അല്ലെങ്കിൽ പഠനം, കലാമേഖലകളുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ഇവർക്ക് തിളങ്ങുവാനുള്ള അവസരങ്ങൾ, മറ്റു കാര്യങ്ങൾ, പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കുകയും കൂടാതെ നിങ്ങളുടെ തൊഴിൽ ഇടത്തിൽ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മികച്ചതായ ജോലി ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി മാറ്റി വച്ചിരിക്കുന്നതായ ചില കാര്യങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകിച്ചും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ അവസരം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ഈ സമയം അഥവാ സെപ്റ്റംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കർക്കിടകം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഭദ്ര രാജയോഗത്തിന്റെയും മാളവ്യ രാജയോഗത്തിന്റെയും ഗുണഫലങ്ങൾ ഈ സെപ്റ്റംബർ മാസം നിങ്ങൾ അനുഭവിക്കുവാൻ, അഥവാ ജീവിതത്തിലേക്ക് അനുകൂലമായ രീതിയിൽ കടന്നു വരാൻ പോവുകയാണ് എന്ന് പറയാം. കർക്കിടകം രാശിക്കാരുടെ 3-ാം ഭാവത്തിലും ബുധൻ 4-ാം കർക്കിടകം രാശിക്കാരുടെ 3-ാം ഭാവത്തിൽ ബുധനും 4-ാം ഭാവത്തിൽ ശുക്രനും സംക്രമണം ചെയ്യുന്നതാകുന്നു. അതിനാൽ ഈ സമയത്ത്, അഥവാ ഈ രാശിക്കാർക്ക് പലവിധ ഭൗതികമായ സുഖങ്ങളും പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ സമയം സാഹസികപരമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. ജീവിത സൗകര്യങ്ങൾ അല്പം മെച്ചപ്പെടുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കരിയറുമായി ബന്ധപ്പെട്ട് മികച്ചതായ അവസരങ്ങൾ ലഭിക്കാം. വാഹനം അത്തരത്തിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വാഹനം കൂടാതെ വീട്, സ്വത്ത് തുടങ്ങിയ കാര്യങ്ങൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ സഫലീകരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് സംതൃപ്തി കടന്നു വരുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അല്പം
നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത്തരം ദുരിതങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉരുത്തിരിയുന്നതുമാണ്. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുകയോ ആഗ്രഹിക്കുന്നതായ വസ്തുക്കൾ വാങ്ങുവാനോ സാധിക്കുന്നതായ സമയം. സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട് കർക്കിടകം രാശിക്കാർക്ക് ഈ ഇരട്ട രാജയോഗങ്ങളുടെ ഫലമായി അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിയിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ഭദ്ര രാജയോഗവും മാളവ്യ രാജയോഗവും അപൂർവമായ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബുധൻ ഈ രാശിയുടെ 4-ാം ഭാവത്തിലും ശുക്രൻ 5-ാം ഭാവത്തിലുമാണ് സംക്രമണം നടത്തുന്നത്. അതിനാൽ തന്നെ ഈ സമയം മിഥുനം രാശിക്കാർക്ക് പലവിധ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. ഭൗതിക സുഖങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. വാഹനമോ പ്രോപ്പർട്ടിയോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരുന്നതാകുന്നു. ധനം കൈവരിക്കുവാനുള്ള പുതിയ സ്രോതസ്സുകൾ, സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. വാഹനം, സ്വത്തുകൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ മറ്റു കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരാം. പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ ഈ സമയം വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. വിവാഹം നടക്കുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകാം. കൂടാതെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം തന്നെയാകുന്നു. അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തണം. സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക.